നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റമദാനിലെ കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ഉണർത്തിയത് ലഹരി വിരുദ്ധ സന്ദേശം. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. ടൈഫോയിഡ് മരണം റിപ്പോർട്ട് ചെയ്ത വടക്കേക്കാട് പഞ്ചായത്ത് കൊച്ചന്നൂരിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ആദ്യഘട്ട പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ പുതിയ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തതിന്റെ ആശ്വാസത്തിൽ ആരോഗ്യ പ്രവർത്തകർ. പെരിയമ്പലം 310 റോഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ള് ഷാപ്പ് അടച്ചുപൂട്ടാത്തിൽ പുന്നൂർ പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. UDF BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കള്ള് ഷാപ്പ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം. നന്മ മനസ്സുകളൊപ്പം ചേർന്നു യദുവിന് വീടായി. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി യദു കൃഷ്ണന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്ക വിൽപ്പന തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് ഒരു കൂട്ടം സുമനസ്സുകൾ മുന്നോട്ട് വന്നതോടുകൂടിയാണ് യദുവിന് വീടായത്. വ്യത്യസ്തത നിറഞ്ഞ ഒരു ധൂമപ്രദക്ഷിണം. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമായി നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ധൂമപ്രദക്ഷിണമാണ് ശ്രദ്ധേയമാകുന്നത്. വാർത്തകൾ വിശദമായി. റമദാനിലെ കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ഉണർന്നത് ലഹരി വിരുദ്ധ സന്ദേശം. റമദാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. വിശുദ്ധ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയായിരുന്നു ഇന്ന്. അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുന്ന ദിനത്തിൽ ജുമാ നമസ്കാരത്തിനായി ഇസ്ലാം മതവിശ്വാസികൾ പള്ളികളിൽ ഒരുമിച്ചുകൂടി. റമദാനിലെ ആദ്യ 10 ദിനങ്ങൾ കാരുണ്യത്തിൻ്റെതാണ്. ഈ ദിനങ്ങളിൽ വിശ്വാസികൾക്കുമേൽ നാഥന്റെ കാരുണ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ ഏറെ പുണ്യം നിറഞ്ഞ ദിനമായ വെള്ളിയാഴ്ചയിൽ രാവിലെ മുതൽ തന്നെ വിശ്വാസികൾ ഒരുക്കങ്ങൾ തുടങ്ങി. വെള്ളിയാഴ്ചയിലെ പതിവ് സൂറത്തായ ഖൗഫ് പാരായണം നടത്തിയതിനു ശേഷം പ്രാർത്ഥനകൾ നടത്തിയുമാണ് ഈ ദിനത്തെ സമ്പന്നമാക്കുന്നത്. റമദാനിന്റെ മഹത്വവും മനുഷ്യർക്ക് കാരുണ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും ജുമാ ഖുതുബയിലൂടെ ഇമാമുമാർ വിശ്വാസികളുമായി പങ്കുവച്ചു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ മയക്കുമരുന്ന് ലഹരികളിൽ നിന്നും മുക്തി നേടുവാനുള്ള ദൈവിക സന്ദേശങ്ങളാണ് ഇമാമുമാർ ഖുതുബകളിലൂടെ നടത്തിയത്. ജുമാ നമസ്കാരത്തിനു ശേഷം ബന്ധുക്കളുടെ ഖബറിടത്തിലെത്തി അവർക്കുവേണ്ടി പ്രാർത്ഥന നടത്തിയാണ് വിശ്വാസികൾ വീടുകളിലേക്ക് പിരിഞ്ഞുപോയത്. എരുമപ്പെട്ടി കുണ്ടന്നൂരിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് പരിക്ക്. കുണ്ടന്നൂർ സ്വദേശി കോലത്തട്ടിൽ സുനിലിനാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാവിലെ 8:30 കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിനും പള്ളിക്കും ഇടയിലാണ് അപകടമുണ്ടായത്. കുന്നംകുളം ഭാഗത്തുനിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ് ബൈക്കിന് മറികടക്കുന്നതിനിടയിൽ ഹാൻഡിലിൽ കുത്തി വലിക്കുകയായിരുന്നു. പരിക്കേറ്റ സുനിലിനെ നാട്ടുകാരും മാക്സ് പ്രവർത്തകരും ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ടൈഫോയിഡ് മരണം റിപ്പോർട്ട് ചെയ്ത വടക്കേക്കാട് പഞ്ചായത്തിലെ കൊച്ചന്നൂരിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. അതേസമയം ആദ്യഘട്ട പ്രവർത്തികൾ അവസാനിപ്പിച്ചപ്പോൾ പുതിയ കേസുകളൊന്നും ഇല്ലാതായതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. കൊച്ചന്നൂരിൽ 1 മാസം മുമ്പാണ് 14-കാരൻ പനിയെ തുടർന്ന് മരിച്ചത്. ശേഷം നടത്തിയ പരിശോധനകളിലാണ് മരണം ടൈഫോയിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി. കിണറുകളുടെ സൂപ്പർ ക്ലോറിനേഷൻ, ജലപരിശോധന, രോഗലക്ഷണങ്ങളുള്ളവരുടെ രക്തപരിശോധന എന്നിവ പൂർത്തീകരിച്ചു. സമാന ലക്ഷണമുള്ളവരെ കണ്ടെത്തുന്നതിനായി നിരന്തരമായുള്ള പരിശോധനകളും നടന്നുവരുന്നുണ്ട്. സ്കൂൾ, അങ്കണവാടി, ക്ലബ്ബുകൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ 3 ആഴ്ചകളിലായി പുതിയ കേസുകൾ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കുകയും പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളെല്ലാം നെഗറ്റീവ് ആവുകയും ചെയ്തതിന്റെ ആശ്വാസത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. ഇതോടെ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം അവസാനിപ്പിച്ചു. മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തിയ ആരോഗ്യ വിഭാഗം ജീവനക്കാരെയും ആശാവർക്കർമാരെയും സാമൂഹികാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിത അഭിനന്ദിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ PG അശോകൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ K സുജിത്, അൻവർ ഷെരീഫ്, അജിത, ഹമീമ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി.
പെരിയമ്പലം 310 റോഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടാത്തതിൽ പുന്നൂർ പഞ്ചായത്ത് യോഗത്തിൽ UDF പ്രതിഷേധം. അംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയി. കള്ളുഷാപ്പ് അടച്ചുപൂട്ടുന്നതിന് വേണ്ടി ഫെബ്രുവരി 14-ന് UDF മെമ്പർമാർ നൽകിയ പ്രമേയം ഭരണസമിതി യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താത്തതിലും കള്ളുഷാപ്പ് അടച്ചുപൂട്ടുവാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടും പ്രവർത്തിച്ചു വരുന്നത് തടയാത്തതിലും പ്രതിഷേധിച്ചാണ് അംഗങ്ങൾ ഇറങ്ങിപ്പോയത്. ജനപ്രതിനിധികളായ A. അബുതാഹിർ, KH ആബിദ്, ഷാനിബ മൊയ്തുണ്ണി, ദേവകി, സജിത ജയൻ എന്നിവർ വോക്കൌട്ടിൽ പങ്കെടുത്തു. 1-ാം വാർഡ് മെമ്പർ സജിത ജയൻ അവതാരകയായും 5-ാം വാർഡ് മെമ്പർ അബു താഹിർ അനുവാദകനുമായാണ് പ്രമേയം അവതരിപ്പിച്ചത്. പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റ് അതിൽ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ തികച്ചും മെമ്പർമാരുടെ അവകാശം നിഷേധിക്കുന്ന രീതിയിലാണ് നിഷേധിക്കുന്ന സമീപനമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തിട്ടുള്ളത്. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇതിനൊക്കെതിരായിട്ടുള്ള ഈ കള്ളുഷാപ്പ് അടച്ചു പൂട്ടുന്നതിനുമായി ബന്ധപ്പെട്ട് നിയമപരമായും അല്ലാതെയുമുള്ള സമരപരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ പുന്നൂർക്കുളം പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ലഹരിയുടെ വ്യാപനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരായുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും UDFൻ്റെ മെമ്പർമാർ തികച്ചും എല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അനധികൃതമായി പ്രവർത്തിക്കുന്ന പെരിയമ്പലം 310 റോഡ് ബീച്ചിലെ കള്ളുഷാപ്പ് അടച്ചുപൂട്ടാത്തതിൽ BJPയും പ്രതിഷേധിച്ചു. പുന്നൂർക്കുളം പഞ്ചായത്ത് യോഗത്തിൽ നിന്ന് വോക്കൌട്ട് നടത്തിയ അംഗങ്ങൾ പ്രതിഷേധത്തിന് ശേഷം പിന്നീട് ചർച്ചകളിൽ പങ്കെടുത്തു. അടച്ചുപൂട്ടുവാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്ന് BJP അംഗങ്ങൾ കുറ്റപ്പെടുത്തി. ഗോകുൽ അശോകൻ, ഇന്ദിരാ പ്രഭുലൻ, അനിത ധർമ്മൻ എന്നിവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. ഭരണസമിതിക്കെതിരെ യോഗത്തിൽ നിന്ന് ഞങ്ങൾ BJP പ്രതിനിധികൾ ഇറങ്ങി വന്നിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഈ കള്ളുഷാപ്പ് പൂട്ടിക്കണം. ജനവാസ മേഖലയെ ആണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ലഹരി ആകെ മൊത്തത്തിൽ ലഹരിയുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും നമ്മുടെ പുന്നൂർക്കുളം പഞ്ചായത്തിൽ ഈ ഒരു രീതിയിൽ കള്ളുഷാപ്പ് അനധികൃതമായിട്ട് ഈ തുടക്കം കുറിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെ BJPയുടെ മെമ്പർമാർ അത് എത്രയും പെട്ടെന്ന് പൂട്ടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് സമരമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ GRC സംഗമം നടത്തി. പഞ്ചായത്ത് മാതൃക കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ സംഗമം പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ശ്രീജ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ CF ജോൺ ജോഫി മാസ്റ്റർ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ബാലൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PC കുഞ്ഞൻ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ, ക്യാൻറ്റീൻ ടീം അംഗങ്ങൾ, വനിതാ ഡ്രൈവർമാർ എന്നിവരെ ആദരിച്ചു. ഡോക്ടർ ജോൺ ജോഫി മാസ്റ്ററുടെ മോട്ടിവേഷൻ ക്ലാസും ഉണ്ടായിരുന്നു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സ്വാഗതവും കമ്മ്യൂണിറ്റി കൗൺസിലർ നിവ്യ നന്ദിയും പറഞ്ഞു. മൂന്നാമത്തെ ഒരു ലിംഗം കൂടിയുണ്ട്. അടുത്ത കാലത്തല്ല, ഒരു പണ്ടും ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവരെ അവഹേളിക്കുക, നാണിടുന്ന പെണ്ണുകട്ടോരെ എന്നൊക്കെ പറയുന്ന ഭാഷ പോലും അതിശയാക്കുന്നില്ല. അത് മാറ്റി അവരും മനുഷ്യരാണെന്നായിരിക്കണം മൂന്നാമത്തെ ഒരു ലിംഗവും ഭിന്നലിംഗം എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യന്മാരിപ്പോ ആരൊക്കെയാണ്? ആണ്, പെണ്ണ്, ഭിന്നലിംഗം, 3 കൂട്ടർ. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് സ്ത്രീകളെ പറ്റി 3 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കൂടെ ചോറ്, കാപ്പി, എല്ലാം ഉണ്ടോ? കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാമംഗലം യൂണിറ്റ് മുൻ വൈസ് പ്രസിഡന്റും ആരോൺ കേബിൾ വിഷൻ ഉടമയുമായ പേരാമംഗലം നീലങ്കാവിൽ ലിൻസൺ നിര്യാതനായി. 48 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച വൈകിട്ട് 4:30 പേരാമംഗലം സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നു. ജിനി ഭാര്യയാണ്. ആരോൺ, ഫേബിൻ എന്നിവർ മക്കളാണ്. ഫിഷറീസ് വകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി വടക്കേക്കാട് പഞ്ചായത്തിലെ 20 കർഷകർക്ക് 6000 മത്സ്യവിത്ത് നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഗ്രാസ് കാർപ്പ് ഇനത്തിൽപ്പെട്ട മത്സ്യവിത്താണ് നൽകിയത്. ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ രുക്മ്യ സുധീർ, ശ്രീധരൻ മാക്കാലിക്കൽ, KV റഷീദ്, ഷനിൽ അപ്പു, ഫിഷറീസ് പ്രൊമോട്ടർ ഗീതാമോൾ CK എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണനെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്ക വിൽപ്പന തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് ഒരു കൂട്ടം നന്മ മനസ്സുകൾ മുന്നോട്ട് വന്നതോടുകൂടിയാണ് അന്തി ഉറങ്ങാൻ വീടായത്.
ചേറ്റുവ VS കേരളീയൻ വായനശാലയ്ക്ക് സമീപം 4.5 സെന്റ് ഭൂമിയും വീടും കൈമാറി. 15 ലക്ഷം രൂപയാണ് വീടും സ്ഥലവും വാങ്ങാൻ വേണ്ടത്. ആദ്യ ഗഡു 9 ലക്ഷം രൂപ വീട്ടുടമയ്ക്ക് നൽകി കരാർ ഒപ്പിട്ടതിനു ശേഷമാണ് വീട് കൈമാറ്റം നടത്തിയത്. സ്കൂൾ അധികൃതർ, പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒരു കമ്മിറ്റിയാണ് ഇതിനായി പ്രവർത്തിച്ചത്. ഇനിയും 6 ലക്ഷം രൂപ കൂടി സമാഹരിക്കണം. ചേറ്റുവ പാലത്തിന് സമീപം കക്കയും കല്ലുമ്മക്കായും വിൽക്കുന്ന തട്ടുകടയിൽ ജോലി ചെയ്യുന്ന പുതുവാക്കുളം വീട്ടിൽ യദുകൃഷ്ണനെയും കുടുംബത്തെയും അച്ഛൻ ഉപേക്ഷിച്ചു പോയതോടെ വർഷങ്ങളായി ചേറ്റുവ കോട്ട റോഡിൽ തകര ഷീറ്റ് മേഞ്ഞ ഓലമറച്ച വാടക വീട്ടിലായിരുന്നു താമസം. അസുഖം മൂലം ദേവയാനിക്ക് ജോലി ചെയ്യാൻ സാധിക്കാതായതോടെ യദുകൃഷ്ണൻ പഠനത്തോടൊപ്പം കക്ക വിൽപ്പനയും ചെയ്തു തുടങ്ങി. കുടുംബത്തിന്റെ അവസ്ഥയറിഞ്ഞ് ഗുരുവായൂർ MLA NK അക്ബർ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ട് കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റിയിരുന്നു. യദുകൃഷ്ണന്റെ പഠനച്ചെലവും അമ്മയുടെ ചികിത്സയും സ്കൂൾ അധികൃതർ ഏറ്റെടുത്തിട്ടുണ്ട്. NK അക്ബർ MLA, സ്കൂൾ മാനേജർ MU ഉണ്ണികൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ MD ഷീബ, പ്രധാന അധ്യാപിക M സന്ധ്യ, MC സുനിൽകുമാർ, CH റഷീദ്, പൊതുപ്രവർത്തകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും പലരും ചെയ്തിട്ടുണ്ടാവും. പലരും ഇവിടെ ഇരിക്കണമൊക്കെ പൊതുരംഗത്ത് പലരുള്ളവരാണ്. വളരെ നല്ലൊരു പരിപാടി. അതിന് മുൻകൈയെടുത്ത സ്കൂളിൻ്റെ ടീച്ചർമാരെയും മാനേജ്മെൻറ്റിനെയും സ്റ്റാഫിനൊക്കെ പ്രത്യേകം ഞാനിതിൽ അഭിനന്ദിക്കുകയാണ്. നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കി പഠിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷേ ഇത് എല്ലാ അർത്ഥത്തിലും അങ്ങനെ കണ്ടെത്തിയത് വളരെ സന്തോഷം. നമ്മൾ ഏറ്റവും അർഹതപ്പെട്ട ഒരാളാണ് കണ്ടെത്തിയത്. അപ്പോൾ ഞാൻ ഇന്ന ആൾക്കാരൊന്നും പറയണില്ല. കുന്നംകുളം പോളിടെക്നിക് കോളേജിലെ ടെക് ഫെസ്റ്റ് സമാപനത്തിലേക്ക്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ടൂൾ ആൻഡ് ഡൈ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകൾ സംയുക്തമായിട്ടാണ് ഇന്നോവേറ 1.0 സംസ്ഥാനതല ടെക് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ അഞ്ഞൂർ പാർക്കാടിയമ്മ തിരുവാതിര സംഘം അവതരിപ്പിച്ച തിരുവാതിര കളിയോടുകൂടിയാണ് അരങ്ങുന്നത്. സാങ്കേതിക വിദ്യയുടെ നൂതന ആശയങ്ങളും ഒത്തുചേരുമ്പോൾ എന്ന ആശയത്തിന് ഊന്നൽ നൽകി സംഘടിപ്പിച്ചിട്ടുള്ള ഫെസ്റ്റിൽ വിവിധ മേഖലകളിലുള്ളവരുടെ സാങ്കേതിക വൈദഗ്ധ്യം പ്രകടമാക്കുന്ന മത്സരങ്ങളാണ് നടന്നത്. തൊഴിയൂർ CM UP സ്കൂളിൽ പഠനോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് KV നിർമ്മലൻ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്റ്റെനി K സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. BRC സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ നീതു ടീച്ചർ, SRG കൺവീനർ വിജി ടീച്ചർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളുടെ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ ഇനം പരിപാടികൾ പഠനോത്സവത്തിന്റെ ഭാഗമായി അരങ്ങേറി. അധ്യാപകരായ സിജി, വിനിത എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ നിന്ന് ലഭിച്ച അറിവ് കുട്ടികൾക്ക് തനതായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള അവസരമായ പഠനോത്സവത്തിൽ വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം വടക്കേക്കാട് പഞ്ചായത്തിൽ മുട്ടക്കോഴി വിതരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിൽസി ബാബു ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗാലിദ് പനങ്ങാവിൽ അധ്യക്ഷത വഹിച്ചു. നിർവഹണ ഉദ്യോഗസ്ഥ ഡോക്ടർ ദീപ പദ്ധതി പ്രഖ്യാപനം നടത്തി. എരുമപ്പെട്ടി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ് അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ് പുരസ്കാര വിതരണം നടത്തി. പ്രധാന അധ്യാപിക ശ്രീജാബായി, PTA പ്രസിഡന്റ് OV ഷനോജ്, SMC ചെയർപേഴ്സൺ TJ കണ്ണൻ, SRG കൺവീനർ KC ശാരിക എന്നിവർ സംസാരിച്ചു. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമാണ് നോമ്പുകാലത്ത് വെള്ളിയാഴ്ചകൾ നടക്കുന്ന ധൂമപ്രദക്ഷിണം. തീർത്തും വ്യത്യസ്ത നിറഞ്ഞതാണ് ഈ പ്രദക്ഷിണം. ആത്മീയതയുടെ നിറവും പാരമ്പര്യത്തിന്റെ അപൂർവതയും നിറഞ്ഞൊഴുകുന്ന ഈ പൈതൃക പാരമ്പര്യം തൃശൂർ അതിരൂപതയിൽ എന്നല്ല ഭാരതസഭയിൽ പോലും കാണുവാൻ ഇടയില്ലാത്തതാണ്. വലിയ നോമ്പുകാലം തുടങ്ങിയാൽ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രഭാതത്തിൽ പള്ളിയിൽ നിന്നാരംഭിച്ച് അങ്ങാടി ചുറ്റി മടങ്ങിയെത്തുന്ന ഈ പരിഹാര പ്രദക്ഷിണം എല്ലാം കൊണ്ടും വളരെ വ്യത്യസ്തത പുലർത്തുന്ന അനുഷ്ഠാനമായാണ് വിശ്വാസികൾ കാണുന്നത്. ചിറ്റാട്ടുകര ഉൾപ്പെട്ടിരുന്ന ബ്രിട്ടീഷ് മലബാറിൽ 1801-1802 കാലഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ട സാംക്രമിക രോഗമായ വസൂരി പല പ്രദേശങ്ങളിലും വ്യാപിക്കുകയും കനത്ത ജീവനാശങ്ങൾ ഉണ്ടാക്കിയതായി ചരിത്രം പറയുന്നുണ്ട്. അക്കാലത്ത് ഫലപ്രദമായ പ്രതിരോധ മരുന്നുകൾ വളരെ കുറവായിരുന്നു. ദൈവകോപമാണ് വസൂരി തുടങ്ങിയ സാംക്രമിക രോഗത്തിന് കാരണമെന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പാപങ്ങൾക്ക് മോചനം ലഭിക്കുന്നതിനു വേണ്ടി തുടങ്ങിയതാണ്
പാപപരിഹാരമായ ഈ ധൂമപ്രദക്ഷിണം. വലിയ നോമ്പാചരണത്തിലെ ആദ്യ വെള്ളിയാഴ്ച നടന്ന ധൂമപ്രദക്ഷിണ കർമ്മങ്ങൾക്ക് ഫാദർ ജെയിംസ് വടക്കൂട്ട്, സഹവികാരി ഫാദർ ആൽവിൻ പട്ടിയേക്കൽ എന്നിവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി പഞ്ചായത്ത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഇ.കെ. നയനാർ സ്മാരക കോൺഫറൻസ് ഹാളിൽ നടന്ന ദിനാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ N. A. ബാലചന്ദ്രൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ പുഷ്പലത സുധാകരൻ, കുടുംബശ്രീ അക്കൗണ്ടന്റ് സൗമ്യ, പഞ്ചായത്ത് അംഗങ്ങളായ A. കൃഷ്ണൻ, P. K. അസീസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പാരന്റിംഗ് പോസിറ്റീവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി കമ്മ്യൂണിറ്റി കൗൺസിലർ അശ്വതി ക്ലാസ് നയിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകരായ സുൽഫത്ത് ബക്കർ, ശാന്ത ബാബു, സോണി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുടുംബശ്രീ CDS അംഗങ്ങൾ, പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. CPM-ന്റെയും കർഷക സംഘത്തിന്റെയും സമുന്നത നേതാവായിരുന്ന VR പുഷ്കരൻ അനുസ്മരണം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ചടങ്ങിന്റെ ഭാഗമായി പതാക ഉയർത്തലും പുഷ്പാർച്ചനയും ഉണ്ടായി. CPM ജില്ലാ കമ്മിറ്റി അംഗവും കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവുമായ TV ഹരിദാസൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കർഷക സംഘം ഇളവള്ളി മേഖലാ പ്രസിഡന്റ് MR രജിതൻ അധ്യക്ഷത വഹിച്ചു. TN ലെനിൻ, ശ്രീകുമാർ വാഗ, CK മോഹനൻ, PP മോഹനൻ, ലീന ശ്രീകുമാർ, TB സന്തോഷ് എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള തലക്കോട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ നട തുറക്കലിനെ തുടർന്ന് ഗണപതി ഹോമം, നവകം, പഞ്ചഗവ്യം, കലശം, മറ്റു വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികനായി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം നടന്നു. ക്ഷേത്രം മേൽശാന്തി അനീഷ് തിരുമേനി, ദേവസ്വം ഓഫീസർ TK ധന്യ, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ P മാധവൻ, VV രാജൻ തുടങ്ങിയവർ നിലവിളക്ക് കൊളുത്തിയതിനെ തുടർന്ന് തുടക്കം കുറിച്ച പൊങ്കാല സമർപ്പണത്തിന്റെ ഭാഗമായി മേൽശാന്തി അനീഷ് തിരുമേനി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് പൊങ്കാല സമർപ്പണത്തിനെത്തിയ ഭക്തരുടെ അടുപ്പുകളിലേക്കും തീ പകർന്നു. 200-ലേറെ വരുന്ന ഭക്തർ അരിയും ശർക്കരയും ഉപയോഗിച്ച് തയ്യാറാക്കിയ പൊങ്കാല ഭഗവതിക്ക് നിവേദിച്ചു. ദേവസ്വം ഓഫീസർ TK ധന്യയും ഭക്തജനങ്ങൾക്കൊപ്പം പൊങ്കാല സമർപ്പണത്തിൽ പങ്കാളികളായി. തുടർന്ന് ഭക്തർക്കായി കഞ്ഞിയും പുഴുക്കും അടങ്ങുന്ന പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തു. വൈകിട്ട് താലപ്പൊലിയെ തുടർന്ന് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 51 മേള കലാകാരന്മാരെ അണിനിരത്തിയുള്ള ആൽത്തറമേളം അരങ്ങേറും. കോക്കൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഷഷ്ടി ആഘോഷിച്ചു. രാവിലെ കളമധുര ക്ഷേത്രത്തിൽ നിന്ന് ശൂലം എഴുന്നള്ളിപ്പുകളെത്തി ഉച്ചയ്ക്ക് ഭക്തജനങ്ങൾക്കായി ക്ഷേത്രത്തിൽ പ്രസാദഊട്ടുണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പ്രസാദഊട്ടിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം ഭക്തിപരമായി നടന്ന ദേശവലത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഭഗവാൻ തേരിലേറി ദേശം ചുറ്റിയെത്തി. ഉടുക്കുപാട്ടിന് DS മോഹനും സംഘവും, തായമ്പകയ്ക്ക് ചൂണ്ടൽ തായങ്കാവ് രാജന്മാരാരും നേതൃത്വം നൽകി. കാവടിയാട്ടം, നാഗസ്വരം, ചിന്തപാട്ട്, ചുറ്റുവിളക്ക് എന്നിവയും ഷഷ്ടി ആഘോഷത്തിന്റെ ഭാഗമായി നടന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി ഷിജിൻ മുല്ലശ്ശേരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ KP ഗോപാലൻ, KS രമേശ് എന്നിവർ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ആരോഗ്യമാനന്ദം അകറ്റാമർബുദം പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായുള്ള രോഗനിർണയ ക്യാമ്പ് വയലത്തൂർ മദ്രസയിൽ നടന്നു. വാർഡ് മെമ്പർ ഖാലിദ്, JPHN സിസ്റ്റർ ജോളി, MLSP ജോസി, ആശാവർക്കർ പ്രസീദ എന്നിവർ നേതൃത്വം നൽകി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 850 രൂപ, സ്വർണം പവന് 64,400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 106 രൂപ. ചർമ്മമാർത്താറ്റ് ചീരംകുളം റോഡിൽ താമസിക്കുന്ന കുരഞ്ഞിയൂർ രാഘവൻ മകൻ പ്രവീൺ രാജ് ദുബായിൽ വെച്ച് ഹൃദയാഘാതം മൂലം നിര്യാതനായി. 40 വയസ്സായിരുന്നു. നീനുവാണ് ഭാര്യ. ഋഷിരാജ് മകനാണ്. സംസ്കാരം ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടന്നു. പുന്നൂർക്കുളം ചമ്മന്നൂർ ജുമാ മസ്ജിദിന് സമീപം പരേതനായ എരണ്ടക്കാട്ടയിൽ മൊയ്തുണ്ണി മകൻ തറയിൽ റഷീദ് നിര്യാതനായി. 55 വയസ്സായിരുന്നു. ഖബറടക്കം ചമ്മന്നൂർ ഖബർസ്ഥാനിൽ നടന്നു. ബുഷറയാണ് ഭാര്യ. റിൻഷാദ്, റസീന, രഹന എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ.
റമദാനിലെ കാരുണ്യത്തിന്റെ ആദ്യ പത്തിൽ പള്ളികളിലെ മിമ്പറുകളിൽ നിന്ന് ഉണർത്തിയത് ലഹരി വിരുദ്ധ സന്ദേശം. റമളാനിലെ ആദ്യ വെള്ളിയാഴ്ച പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. ടൈഫോയിഡ് മരണം റിപ്പോർട്ട് ചെയ്ത വടക്കേക്കാട് പഞ്ചായത്തിലെ കൊച്ചന്നൂരിൽ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ആദ്യഘട്ട പ്രവർത്തികൾ അവസാനിച്ചപ്പോൾ പുതിയ കേസുകളൊന്നും ഇല്ലാത്തത് ആശ്വാസത്തിൽ ആരോഗ്യ പ്രവർത്തകർ. പെരിയമ്പലം 310 റോഡിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കള്ളുഷാപ്പ് അടച്ചുപൂട്ടാത്തതിൽ പുന്നയൂർക്കുളം പഞ്ചായത്ത് യോഗത്തിൽ പ്രതിപക്ഷ പ്രതിഷേധം. UDF BJP അംഗങ്ങൾ ഇറങ്ങിപ്പോയി. സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും കള്ളുഷാപ്പ് പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ വീഴ്ചയാണെന്ന് പ്രതിപക്ഷം. നന്മ മനസ്സുകൾ ഒപ്പം ചേർന്നു, യദുവിന് വീടായി. ചാവക്കാട് MR രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥി യദുകൃഷ്ണനെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി. കുടുംബം പുലർത്താൻ വേണ്ടി പഠനത്തോടൊപ്പം കക്ക വിൽപ്പന തട്ടിൽ ജോലി ചെയ്തിരുന്ന യദുകൃഷ്ണന്റെ അവസ്ഥയറിഞ്ഞ് ഒരു കൂട്ടം നന്മ മനസ്സുകൾ മുന്നോട്ട് വന്നതോടുകൂടിയാണ് യദുവിനെ അന്തി ഉറങ്ങാൻ വീടായത്. വ്യത്യസ്തത നിറഞ്ഞ ഒരു ധൂമ പ്രദക്ഷിണം. ചിറ്റാടുകര സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള പൈതൃക പാരമ്പര്യമായി നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ നടക്കുന്ന ധൂമ പ്രദക്ഷിണമാണ് ശ്രദ്ധേയമാകുന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.